ഒന്നിനെ പുത്രൻ്റെ രാജ്യം അഥവാ വെളിച്ചത്തിൻ്റെ സാമ്രാജ്യം എന്ന് വേദപുസ്തകം വിളിക്കുന്നു. വേറൊന്നിനെ ഇരുളിൻ്റെ സാമ്രാജ്യം അഥവാ പൈശാചിക സാമ്രാജ്യം എന്ന് വിളിക്കുന്നു. ഈ രണ്ട് സാമ്രാജ്യങ്ങളും നഗ്നമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണത്തില്ല. ആത്മക്കണ്ണുകൾ തുറന്നവന് മാത്രം കാണാം. ഇതുപോലെ നഗ്നകണ്ണുകൾ കൊണ്ട് കാണാൻ വയ്യാത്ത അദൃശ്യമായ രണ്ട് സാമ്രാജ്യങ്ങളുണ്ട്. കോൺസ്പിറൻസി തിയറി പ്രചരിപ്പിക്കുന്നവർക്ക് അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എലിമിനാറ്റിയെക്കുറിച്ച് അവർക്കറിവുണ്ട്. ലോകത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്നവർ പറയുന്നു. ഒരുമാതിരി സുബോധമുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാകും. നാം കാണാത്ത ഏതോ ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ ഒരുപാട് ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഞാൻ അറിഞ്ഞതല്ല, പക്ഷെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു, എൻ്റെ കൺട്രോളിലല്ല കാര്യങ്ങൾ എന്ന് അനേകർ പറയുന്നു. അദൃശ്യമായ മറ്റൊരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തെ രണ്ട് സാമ്രാജ്യങ്ങളായി തിരിക്കാം. ഒന്നിനെ പുത്രൻ്റെ രാജ്യം അഥവാ വെളിച്ചത്തിൻ്റെ സാമ്രാജ്യം, രണ്ടാമത്തേതിനെ ഇരുളിൻ്റെ സാമ്രാജ്യം അഥവാ സാത്താന്യ സാമ്രാജ്യം എന്ന് വിളിക്കുന്നു. ചരിത്രത്തിലേക്ക് ഒരല്പമായി നമ്മൾ പ്രവേശിച്ചാൽ, ഇതിൻ്റെ ക്രിസ്തീയ ചരിത്രത്തിലേക്ക് നമ്മളൊരല്പമായി പ്രവേശിച്ചാൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് ബഥേലിന് പുത്തരിയല്ല, അതുകൊണ്ട് വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാം. ഇത് ഇന്നത്തെ ദിവസങ്ങളിൽ വിദ്യാഭ്യാസമുള്ള ആർക്കും വിഷയമല്ല, അതുകൊണ്ട് വളരെ വേഗം മുന്നോട്ട് പോകാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ വാക്കിനാൽ നിർമ്മിച്ചു. ആ ഭൂമിയിൽ ആരംഭകാലത്തിൽ ഒരു പ്രത്യേക കാരണത്താൽ ലൂസിഫറിനെ ദൈവം ഭരണത്തിനു വേണ്ടി ഏൽപ്പിച്ചു. ലൂസിഫർ എന്നത് ദൈവത്തിൻ്റെ പ്രധാന ദൂതന്മാരിൽ ഒരാളും സ്വയം തേജസ്സുള്ളവനും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവനും ആരാധനയ്ക്കുള്ള എല്ലാ ഉപകരണങ്ങളും തന്നിൽ തന്നെ ഉള്ളവനുമായിരുന്നു. ആഴമായി വേദപുസ്തകം അറിയാവുന്നവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിറകുകൾ വിടർത്തി മറയ്ക്കുമ്പോൾ തന്നൊരു കെരൂബായിരുന്നു. ചിറകുകൾ വിടർത്തി മറയ്ക്കുന്നവനായിരുന്നു. ചിറകുകൾ വിടർത്തുമ്പോൾ ആ ചിറകുകളിൽ പൈപ്പ് ഓർഗനുകൾ സെറ്റ് ചെയ്തിരുന്നതിനാൽ സംഗീത സ്വരം അവിടെ നിന്ന് വന്നിരുന്നു. അതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാഴ്ചയ്ക്ക് അതിമനോഹരൻ, ബുദ്ധിയിൽ അതിശ്രേഷ്ഠൻ, ദൈവത്തിൻ്റെ അന്നുവരെയുള്ള സൃഷ്ടിയുടെ മണിമകുടമായി തേജസ് കൊണ്ട് ഇവൻ പ്രശോഭിച്ചു. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം അവനെ സ്വർഗത്തിലാക്കിയിരുന്നു. ചില കാരണത്താൽ ചില സംവത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹം പാപം ചെയ്തതിനാൽ അദ്ദേഹത്തെ പാർപ്പിക്കേണ്ടതിന് ദൈവം ഭൂമി സൃഷ്ടിക്കുകയും അദ്ദേഹത്തെ ഭൂമിയിലേക്ക് മാറ്റുകയും ചെയ്തു. തന്നെ ഭൂമിയിലേക്ക് മാറ്റുമ്പോൾ ദൈവം സർവാധികാരിയായതിനാലും ദൈവം ഇത് സൃഷ്ടിച്ച് തൻ്റെ സ്വന്തം ആകയാലും ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നും ദൈവത്തിൻ്റെതായ സംവിധാന ക്രമങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരിക്കണമെന്നും ദൈവം നിർബന്ധമായി പറഞ്ഞു. പക്ഷെ ലൂസിഫർ അവൻ്റെ അനുസരണക്കേടിൽ ദൈവത്തെ അതിക്രമിക്കുകയും ദൈവത്തിൽ നിന്ന് വിരോധമായി അദ്ദേഹത്തിൻ്റെതായ ആചാരങ്ങളും മറ്റും ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ ദൈവിക കോളനി എന്നതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആകയാൽ ദൈവം അവനോട് കോപിക്കുകയും അവനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി അന്തരീക്ഷത്തിലേക്ക് തള്ളുകയും ചെയ്തു. അന്നു മുതൽ ആകാശത്തിൻ്റെ അധിപതി എന്ന പേരിലാണ് അവനെ വിളിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അക്കോർഡിംഗ് ടു ദ പ്രിൻസസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കാണാം. മലയാളത്തിലെ ചില തർജ്ജമകളിൽ ഈ പദം കറക്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് ഇംഗ്ലീഷിൽ വായിക്കേണ്ടതായി വന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അക്കോർഡിംഗ് ടു ദ പ്രിൻസസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ, ആകാശത്തിൻ്റെ ശക്തിയുടെ അധിപതിയായവനെ അനുസരിച്ച് നടക്കുന്നവർ എന്ന് ഒരു പദമുണ്ട്. അവന് ആ പേര് ലഭിച്ചു. അവനെ ഭൂമിയിൽ നിന്ന് ദൈവം മാറ്റിയ ശേഷം ദൈവം ഭൂമിയെ പുനരുദ്ധരിക്കുകയും 6 ദിവസം കൊണ്ട് അതിനെ പുനരുദ്ധരിക്കുകയും അവിടെ ആദം ഹവ്വമാരെ ദൈവം ആക്കുകയും അവരെ വാഴ്ച ഏൽപ്പിക്കുകയും ചെയ്തു. അവരെ വാഴ്ച ഏൽപ്പിക്കുന്നതിന് മുന്നമേ ലൂസിഫറിന് വാഴുവാൻ ദൈവം അവിടെ അധികാരം കൊടുത്തിരുന്നു. മാത്രവുമല്ല, പകൽ വാഴുവാൻ സൂര്യനും രാത്രി വാഴുവാൻ ചന്ദ്രനും ദൈവം അധികാരം കൊടുത്തിരുന്നു. പല വാഴ്ചക്കാർ ഭൂമിയിൽ ഒരേ സമയത്തായി. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ട്രോഫി ഇവിടെ വെച്ച ശേഷം
ഏറ്റവും നന്നായി ഓടുന്നയാളിനോ ബൈബിൾ എടുത്ത് വായിക്കുന്നയാളിനോ പ്രസംഗിക്കുന്നയാളിനോ പാടുന്നയാളിനോ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വെച്ചുകൊണ്ട് ആ കോമ്പറ്റീഷൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നവൻ ഇത് കൊടുക്കും എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സാധാരണ തത്വമാണ്. സകലത്തിൻ്റെയും സൃഷ്ടാവ് ദൈവമാകയാൽ ഈ തത്വം ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. ഒരു വാഴ്ച വെച്ചു അതിൻ്റെ മുമ്പിൽ വിജയിക്കുന്നവന് ഇതെടുക്കാം എന്ന് പറയുകയും ഞാൻ പറഞ്ഞു, ഒരു വശത്ത് ലൂസിഫർ വാഴ്ചയ്ക്ക് അധികാരം നോക്കിയിരിക്കുന്നു, രണ്ടാമത്തെ വശത്ത് സൂര്യനെ പകൽ വാഴുവാൻ അനുവദിച്ചു, രാത്രി വാഴുവാൻ ചന്ദ്രനെ അനുവദിച്ചു. ഇങ്ങനെ അനേക വാഴ്ചകളുടെ നടുവിൽ ആദാമിനോട് ഭൂമിയെ വാഴുവാൻ ആവശ്യപ്പെട്ടു. ഇതിനകത്തുനിന്ന് വിശ്വസ്തത തെളിയിച്ച് സ്മാർട്ട്നെസ് തെളിയിക്കുന്നവനായിരിക്കും സത്യത്തിൽ ഇതിൻ്റെ ഭരണമെടുക്കുക. മനുഷ്യനെ ദൈവം ഏൽപ്പിച്ച ശേഷം അവൻ അധികാരം കൊടുത്തു. അവനോട് പറഞ്ഞു, മൾട്ടിപ്ലൈ ആൻഡ് ഡൊമൈൻ, നീ വർദ്ധിച്ച് സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഇതിനെ അടക്കി വാഴുക എന്ന് പറഞ്ഞു. കാലത്തിൻ്റെ പോക്കിൽ ഭൂമിക്ക് സാത്താൻ ആദമിനെ തോൽപ്പിച്ചു. ആദമിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരം അവൻ പിടിച്ചു. ഇന്ന് ഭൂമിയുടെ അധികാരം അവൻ ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ ഇരുട്ടിൻ്റെ ആധിപത്യം നിലവിൽ വന്നു. ഈ ലൂസിഫർ പാപം ചെയ്യുകയും ദൈവസന്നിധിയിൽ നിന്ന് വീണുപോകുകയും ചെയ്തതിനെ തുടർന്ന് അവനെ ദൈവദൂതൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി അവനെ പിശാച് സാത്താൻ എന്ന് വിളിക്കുകയും അവനോടുകൂടെ ചേർന്ന ദൂതഗണങ്ങളെയും ആ കൂട്ടത്തിൽ തന്നെ സാത്താൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സാത്താൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ ദൈവത്തിൻ്റെ വിധിയിൽ നിൽക്കാതെ വന്നവരെ ദൈവം ശിക്ഷിച്ച് ശാസിച്ച് അവരെ ആട്ടിക്കളഞ്ഞതാണ്. അതാണ് സാത്താൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സാത്താൻ ആദം ഹവ്വമാരെ തോൽപ്പിക്കുകയും അധികാരം പിടിക്കുകയും ചെയ്തു. ഇന്നും ലൂസിഫർ ഭൂമിയുടെ മേൽ അധികാരം ആക്രോശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇരുളിൻ്റെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന പൈശാചിക സാമ്രാജ്യത്തിന് രൂപം കൊടുക്കുവാൻ ഇടയായത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ, പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കൊടുക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ദൈവം അനുവദിക്കുകയും അങ്ങനെ യേശു പരീക്ഷിതനാകുന്ന സമയത്ത് ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ യേശുവിനോട് പറഞ്ഞ പദങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. ലൂസിഫർ എന്നും സാത്താൻ എന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞേക്കാം. കാരണം പ്രാരംഭത്തെങ്കിൽ ലൂസിഫറിനെയാണ് സാത്താൻ എന്ന് വിളിച്ചത്. പിന്നെ അവനോട് ചേർന്നവരെ ഒക്കെയും സാത്താന്യ സമൂഹങ്ങൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ സാത്താൻ എന്ന് പറഞ്ഞാൽ ലൂസിഫർ എന്നൊരർത്ഥമുണ്ട്. എല്ലാ സമയത്തും ലൂസിഫർ വരണമെന്നില്ല. അവൻ്റെ കൂടെയുള്ളവരോ അവൻ്റെ ദാസന്മാരോ ഒക്കെ ആയിരിക്കാം പലപ്പോഴും യുദ്ധത്തിന് വരുന്നത്. അവൻ ഇന്നും പറഞ്ഞു, ഇത് എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആര് ഭരമേൽപ്പിച്ചു? അതെ, പിതാവായ ദൈവം സൃഷ്ടിയെങ്കിൽ ഈ ഭൂമി സൃഷ്ടിച്ചത് അവന് വേണ്ടിയാണ്. അവനോടാണ് പറഞ്ഞത്, നീ ഭരിക്കുക. ഇത് ബോർഡെ കാണത്തില്ല, ഡിസ്പ്ലേ ഇതിന് കൊടുത്തിട്ടില്ല, അതിനുള്ള സമയമില്ലായിരുന്നു, ഇതുകൊണ്ട് ഡിസ്പ്ലേ ഇല്ല. ദയവായി ശ്രദ്ധിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ഇന്നും അവൻ ഭൂമിക്ക് അവകാശം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോസ് 4-ന്റെ 5-6 വാക്യങ്ങളിൽ ഈ ഭൂമി മുഴുവനും അതിൻ്റെ മഹത്വവും കാണിച്ച ശേഷം ഇത് എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഇത് എൻ്റേതാണ്, വീണെന്നെ നമസ്കരിച്ചാൽ നിനക്ക് തരാം എന്ന് അവൻ യേശുവിനോട് പറഞ്ഞു. യേശു അവനോട് ഗെറ്റ് ബിഹൈൻഡ് മീ, എൻ്റെ പുറകിലോട്ട് മാറുന്നില്ലടാ എന്ന് പറഞ്ഞ് അവിടം കൊണ്ട് അവനെ ഒതുക്കി, ഒരു ശാസന കൊണ്ട് അവനെ നിർത്തി. അവൻ നമ്മുടെ മേലും അധികാരം പറയുന്നുണ്ട്, മറക്കരുത്. അവൻ ഭൂമിയുടെ മേൽ മാത്രമല്ല അധികാരം പറയുന്നത്, അവൻ മനുഷ്യൻ്റെ മേലും അധികാരം പറയുന്നുണ്ട്. മനുഷ്യൻ സാത്താൻ്റെ കൈവശം ആയിപ്പോയി, മുഴുഭൂമിയും സാത്താൻ്റെ കൈവശം ആയിപ്പോയി. 1 യോഹന്നാൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. എവിടെ നിന്നാണ് പൈശാചിക സാമ്രാജ്യത്തിൻ്റെ ഉത്ഭവം എന്നതാണ് എൻ്റെ ആശയം. ഞാനിവിടെ പറയുന്നത് അതാണ്. ഇവിടെ നിന്നാണ് പൈശാചിക സാമ്രാജ്യത്തിൻ്റെ ഉത്ഭവം. 1 യോഹന്നാൻ 5-ൽ മുഴു ലോകവും അവൻ്റെ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഭൂമി മാത്രമല്ല അവൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിൽ കയറുവാനും അവന് താല്പര്യമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ, യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമരം
സിംഹനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ദൈവത്തിന് തുല്യമായ മറ്റൊരു രാജ്യത്വം ഞാൻ വഹിക്കുമെന്ന് പറഞ്ഞ് ഒരു ശത്രു രാജ്യത്വം ഉണ്ടാക്കുകയും ശത്രു രാജ്യത്തിൻ്റെ രാജാവായി അവൻ കയറുകയും ചെയ്തതോടെ അവനെ ഈ ഭൂമിയുടെ രാജാവിൽ നിന്ന് വിളിക്കുന്നു. ഇവൻ ഇവിടം കൊണ്ട് നിർത്തത്തില്ല, ഞാൻ ഭൂമി പിടിച്ചതുപോലെ സ്വർഗവും പിടിക്കും എന്നൊരു പിടിവാശിയിലാണ് അവൻ. അത് നടക്കത്തില്ല എന്നത് രണ്ടാമത്തെ കാര്യം. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ലൂസിഫറിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇതേ പദം തന്നെ കാണുവാൻ കഴിയും. സ്വർഗം വരെ കയറുവാൻ അവൻ ആഗ്രഹിക്കുന്നത്. തെളിവ് യെശയ്യാ 14:13-14, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരലും. ഉത്തരദിക്കിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഇരിക്കുന്ന ദൈവിക സിംഹാസനമാണ്. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൻ്റെ മേൽ ഞാൻ ഇരിക്കും. അവിടെയാണ് കോൺഫറൻസുകൾ നടക്കുന്നത്, ദൈവിക കോൺഫറൻസുകൾ, സംസർഗങ്ങൾ നടക്കുന്നത് അവിടെയാണ്. യോബിൻ്റെ പുസ്തകത്തിൽ വായിച്ചു വരുമ്പോൾ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു, സാത്താനും ആ കൂട്ടത്തിൽ ചെന്നുവെന്ന് കാണാം. എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? സമാഗമ പർവ്വതത്തിൻ്റെ മേൽ. സമാഗമം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നിത്യനായ ദൈവം എഴുന്നള്ളി വരികയും തനിക്ക് കാണേണ്ടവരെ അവിടേക്ക് വിളിച്ച് തമ്മിൽ ഒരുമിച്ച് കാണുകയും ചെയ്യുന്ന ഇടത്തെയാണ് സമാഗമ പർവ്വതം എന്ന് വിളിക്കുന്നത്. പണ്ടൊരിക്കൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ദൈവം ഒരു ദേവാലയം സൃഷ്ടിക്കുകയും അതിനെ ദേവാലയം എന്ന് വിളിക്കുന്നതിന് പകരം സമാഗമന കൂടാരം എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. അതായത് ദൈവം പറഞ്ഞു, എനിക്ക് കാണേണ്ടവർ സമാഗമന കൂടാരത്തിൽ വരട്ടെ, അവിടെ വെച്ച് ഒരുമിച്ച് കാണാം. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഒരു മീറ്റിംഗ് പ്ലേസ് ആക്കി ദൈവം വെച്ച ഇടമാണ് സമാഗമ പർവ്വതം. അതിൻ്റെ കാര്യമാണ് അവൻ പറഞ്ഞത്, ഇതിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുക്കും. ദൈവം ഇരിക്കുന്ന ഇടം ദൈവത്തിൻ്റെ സമാഗമ പർവ്വതം. എന്നാൽ മനുഷ്യരാകുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഒരിക്കൽ ആദാമ്യ ചതിയിൽ അകപ്പെട്ടുപോയ, ആദാമ്യവർഗത്തിൻ്റെ പാപത്തിൽ അകപ്പെട്ടുപോയ, ആദാമ്യ രക്തത്തിൽ നിന്ന് പാപവും ശാപവും ഏറ്റുവാങ്ങിയ ആ ബ്ലഡ് ലൈൻ ശാപങ്ങൾ, ബ്ലഡ് ലൈൻ പാപങ്ങൾ നമ്മുടെ മേൽ ഉണ്ടായിരിക്കെ നമ്മെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. നമ്മെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിൽ മരിച്ചു. വീണ്ടെടുപ്പിൻ പ്രമാണം ദൈവം നമുക്ക് തന്നു. നമ്മെ വീണ്ടെടുക്കേണ്ടതിന് ക്രൂശിലെ മരണം ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് നടന്നെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ചിലത് ചെയ്യുവാൻ കർത്താവ് ആവശ്യപ്പെട്ടു. അന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയുടെ മേൽ ഇറങ്ങി വരികയും ഭൂമിയിൽ സഭ സ്ഥാപിക്കുകയും ചെയ്ത അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. മറ്റു പല വാക്കുകളാലും അവരെ ബുദ്ധി ഉപദേശിച്ചു. അവരോട് പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ മനസ്സാന്തരപ്പെടണം, നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഈ വക്രതയുള്ള തലമുറയിലെ ഒരുവനെ പോലെ നിങ്ങളെ കാണരുത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കണം. അങ്ങനെ രക്ഷയുടെ ഉപദേശം വരെ കൊടുത്ത്, വേർപാടിൻ്റെ ഉപദേശം വരെ കൊടുത്ത് രക്ഷയുടെ മാർഗങ്ങൾ അവൻ നമുക്ക് തന്നു. ഞാൻ പദം ഒന്നുകൂടെ ആവർത്തിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ നമ്മെ രക്ഷിക്കേണ്ടതിന് യേശു ജഡരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപം എടുത്തു. എൻ്റെ വേഷത്തിലായി, നമ്മുടെ വേഷത്തിലായി താണഭൂമിയിലേക്ക് താൻ ഇറങ്ങി വരികയും താൻ സാക്ഷാൽ ദൈവപുത്രനായിരിക്കെ സ്നാന സമയത്ത് ഞാൻ പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയുന്ന ഒന്നാണ്, സാക്ഷാൽ ദൈവമായിരുന്ന കർത്താവ് തൻ്റെ ദൈവത്വം ഉരിഞ്ഞു വെച്ച ശേഷം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി. എൻ്റെയും നിങ്ങളുടെയും പാപം തൻ്റെ മേൽ ചുമത്തി കാൽവറിയിൽ കയറി താൻ മരിച്ചതിനാൽ എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം തരുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ദൈവം ചില പ്രമാണങ്ങൾ കൊടുത്തു. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. എൻ്റെ ഒരു മെസ്സേജ് ഒരു ഞായറാഴ്ച കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് ഇന്നത്തേത് പാർട്ട് 1 എന്നാണ് ഇട്ടിരിക്കുന്നത്. ദ 2 കിങ്ഡംസ്, 2 രാജ്യങ്ങൾ, ഇത് പാർട്ട് 1 എന്നാണ് ഇട്ടിരിക്കുന്നത്. വരുന്ന ഞായറാഴ്ചത്തേക്ക് കണ്ടിന്യൂ ചെയ്യും. അതിനെ പാർട്ട് 2 എന്ന് നമ്മൾ വിളിക്കും. മേ ബി പാർട്ട് 3ക്ക് പിന്നെ അതിനുശേഷം പോയെന്ന് വരാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തേച്ച് അവരോടൊരു പദം പറഞ്ഞു. ഇത് ഒത്തിരി ഗൗരവമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അനേക ദുരുപദേശങ്ങൾ ഇതിൽ നിന്ന് രൂപീകരിക്കപ്പെടാം. ഞാൻ പറയാത്ത പദങ്ങൾ ഒക്കെ പിശാച് പറഞ്ഞുണ്ടാക്കും. അത് വരാതിരിക്കുവാൻ ദയവായി ഒന്നുകൂടെ ശ്രദ്ധിക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. വളരെ ഗൗരവമായി 1 മണിക്കൂറെങ്കിലും വിശദീകരിക്കേണ്ട കാര്യം ഞാൻ അടുത്ത 3-4 മിനിറ്റ് കൊണ്ട് പറയാൻ പോകുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഈ ആത്മാവ് വരുന്നതിനെക്കുറിച്ച് യേശു പറഞ്ഞു, ആത്മാവ് വന്നാൽ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുമോ അവർക്ക് നിൽക്കും. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ആത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുമോ അവരുടെ പാപങ്ങൾ നിൽക്കും. ഇതുകൊണ്ട് പല മെയിൻ ലൈൻ ചർച്ചസും ഇല്ല, ചില മെയിൻ ലൈൻ ചർച്ചസ് പരിശുദ്ധാത്മാവിനെ ലഭിച്ച അപ്പോസ്തലന്മാർക്കോ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്കോ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മാത്രമാണ്, നമ്മുടെ അത്രയും പോലും ഇല്ല, അന്യഭാഷ പോലും സംസാരിക്കുന്ന പതിവില്ലാത്തവർ പോലും ആത്മാവുണ്ട് എന്ന് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് പാപങ്ങൾ മോചിക്കുവാൻ ശ്രമിക്കുന്നതറിയാം. യേശു സത്യമായി പറഞ്ഞതാണ്, ആത്മാവ് വരുമ്പോൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുമോ അവരുടെ പാപങ്ങൾ നിർത്തും. ഇങ്ങനെ ആത്മാവ് വന്നത് പെന്തക്കോസ്ത് നാളിലാണ്. ആത്മാവ് വന്ന ഉടനെ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ എഴുന്നേറ്റു. പത്രോസ് ബാക്കി 11 പേരോട് കൂടെ എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാർ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പാപങ്ങൾ മോചിക്കാൻ പോകുകയാണ്. പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ എന്തു വേണം? 1 മാനസാന്തരപ്പെട്ട്, 2 സ്നാനപ്പെട്ട്, 3 പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, 4 വേർപാടാചരിക്കൂ, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. ആരുടെ പാപം? ഇങ്ങനെയാണ് അവർ പാപം മോചിച്ചത്. ഒരു വ്യക്തിയെ ചെന്ന് കണ്ട് നിന്റെ പാപം മോചിച്ചു എന്ന് പറയുകയല്ല. ഇറ്റ്സ് എ ജനറൽ കാറ്റഗറൈസേഷൻ. മുഴുലോകത്തിനും, പാപികളായ മുഴുലോകത്തിനും, സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്ന മുഴുലോകത്തിനും യേശുവിൻ്റെ കാൽവറി മരണം മുഖേന ക്രിസ്തുവിങ്കിലേക്ക് വരണം, പിതാവിങ്കിലേക്ക് വരണം എന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരൊറ്റ കോമൺ റൂളാണ് മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപാട്. ഈ 4 കാര്യങ്ങൾ പാലിക്കുക, നിങ്ങൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കും. രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ച ചോദ്യത്തോട് പരിശുദ്ധാത്മാവ് ലഭിച്ച ഉടനെ, അതിനുശേഷമാണ് ഇവരിത് പറയുന്നത്, അതിനു മുമ്പേ പറയാനൊക്കത്തില്ല. പകരം ഒരൊറ്റപ്പെട്ട വ്യക്തിയോട് പാപങ്ങൾ മോചിച്ച ചരിത്രം ബൈബിളിൽ ഇല്ല. പണ്ടൊരിക്കൽ ഷിമോൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇയാൾ അല്പം പണമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന് സമൂഹത്തിൽ അല്പം മിടുക്കനാകണമെന്നൊരു താല്പര്യമുണ്ട്. അദ്ദേഹം അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നേച്ചു പറഞ്ഞു, ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവർക്കും പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് നിങ്ങൾ കാണിക്കുന്ന ഈ കാര്യം ഞാനും ഒന്ന് ചെയ്യേണ്ടതിന് ആ വരം നിങ്ങൾ എനിക്കൂടെ തരണം, നിങ്ങൾക്ക് പണം തരാം എന്ന് പറഞ്ഞ് അവർക്ക് പണം കൊടുത്ത് കൃപാവരം ഏറ്റുവാങ്ങുവാൻ ശ്രമിച്ചു. അപ്പോസ്തലന്മാർ അവരോട് പറഞ്ഞ മറുപടി, നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ, കാര്യം നിനക്കിതിനകത്ത് പങ്കില്ല, ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമല്ല. ഇമ്മീഡിയറ്റ്ലി അവർ പറഞ്ഞു, ഞാൻ അനീതിയുടെ വഞ്ചനയിലായി, എന്നോട് ക്ഷമിക്കണം. പാപം ഏറ്റുപറഞ്ഞു. പാപം ഏറ്റുപറഞ്ഞവനോട് അപ്പോസ്തലന്മാർ പറഞ്ഞ മറുപടി, നീ പോയി ദൈവത്തോട് പറ, ഒരു പക്ഷേ ക്ഷമിച്ചേക്കാം. വ്യക്തിപരമായി പാപങ്ങൾ ക്ഷമിച്ച ഒരു സിസ്റ്റം ബൈബിളിൽ ഇല്ല. എന്നാൽ മുഴുവൻ ജനത്തിനും വേണ്ടി കോമണായി പാപക്ഷമയുടെ പ്രമാണം അപ്പോസ്തലന്മാർ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, മുഴുവൻ ലോകവും പാപത്തിലാണ്, മുഴുവൻ ലോകവും സാത്താൻ്റെ അധീനതയിലാണ്. ഈ സാത്താൻ്റെ അധീനതയിലുള്ള ജനത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടി യേശു കാൽവറിയിൽ മരിച്ചു. മരിച്ചതിൻ്റെ ചില നാളുകൾ 50 ദിവസം കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന ആത്മാവിനെ അവർ പ്രാപിച്ചുകൊണ്ട് അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ ജനം അടുത്തു വന്നു. രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? രക്ഷയുടെ കണ്ടീഷൻ തുറന്നു വെച്ചു. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? പാപമോചനത്തിൻ്റെ വ്യവസ്ഥ എന്താണ്? 1, നിങ്ങൾ മാനസാന്തരപ്പെടുക. 2, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക. ഞാൻ യേശുവിൻ്റെ നാമമെന്നുള്ളത് അല്പം കൂടെ വിശദീകരിക്കാം. യേശു കൊടുത്ത അധികാരത്തിൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. യേശു കൊടുത്ത അധികാരത്തിൽ. അവിടെ ഗ്രീക്ക് ഭാഷയിൽ ആണ് പുതിയ നിയമം എഴുതിയത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന പദം യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് യേശു കൊടുത്ത അധികാരത്തിൽ സ്നാനപ്പെടുത്തി. ഞാൻ പലപ്പോഴും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാം എന്ന് പറയും. പലപ്പോഴും ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ
ഭൂതങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പറയും. അതിൻ്റെ അർത്ഥം ആ പേര് വിളിച്ചു പറഞ്ഞു എന്നല്ല, പകരം ആ തന്ന അധികാരം ഞാൻ ഉപയോഗിക്കുക. നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവിൻ എന്നിത്യാദി യേശു തന്ന അധികാരം ഉപയോഗിക്കുന്നുവെന്നാണ്. ഇങ്ങനെ യേശു കൊടുത്ത അധികാരം അനുസരിച്ച് അവർ സ്നാനപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ വേർപാടാചരിക്കണം. മറ്റ് പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചു. കാരണം രക്ഷ അല്ലെങ്കിൽ മാനസാന്തരം ഒരു വാക്കുകൊണ്ട് പറയാം, സ്നാനം ഒരു വാക്കുകൊണ്ട് പറയാം, പരിശുദ്ധാത്മാവ് ഒരു വാക്കുകൊണ്ട് പറയാം. പക്ഷെ വേർപാട് ഒരു വാക്കുകൊണ്ട് പറയാൻ ഒക്കത്തില്ല. കാര്യം പിശാച് അതുപോലെ അനേക ഏരിയകളിൽ ജനത്തെ കറപ്റ്റ് ചെയ്തു. ജനം മുഴുവനും അവൻ്റെ പിന്നാലെയായി, മുഴുവൻ ലോകവും സാത്താൻ്റെ അധീനതയിലായി. ആകയാൽ ഒരു വാക്കുകൊണ്ടല്ല, മറ്റനേക വാക്കുകളാൽ അവരോട് വേർപാടിനെ കുറിച്ച് പറയുകയും നിങ്ങൾ വേർപാടാചരിക്കണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ യേശുവിലേക്ക് മടങ്ങി വരുവാൻ, ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് മാറുവാൻ. എനിക്ക് തോന്നുന്ന രണ്ട് ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഒന്ന്, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യമായിരുന്നു. എന്നാൽ ലൂസിഫർ പാപം ചെയ്യുകയും ദൈവിക സാമ്രാജ്യത്തിൽ നിന്ന് നമ്മെ എടുത്ത് അവൻ്റെ സാമ്രാജ്യത്തിലേക്കാക്കുകയും ചെയ്തു. പൂർണ്ണനായിരുന്ന ലൂസിഫർ ദൈവത്തിൻ്റെ ശാപമേറ്റു മാറുമ്പോൾ അവനിലുള്ള വെളിച്ചം ഇരുളായി മാറി. അവനെ ദൈവത്തിൻ്റെ ദൂതൻ എന്നതിന് പകരം ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന സാത്താൻ എന്ന പേരാക്കി. ഇങ്ങനെ തെറ്റിപ്പോയ ലൂസിഫർ ലോകത്തെ മുഴുവനും സ്വാധീനിച്ചിരിക്കെ ആ സ്വാധീനതയിൽ നിന്ന് വെളിയിൽ വന്ന് വെളിച്ചത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് തീരുമാനിച്ചു. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. അനേക ശക്തികൾ ഭൂമിയിലുണ്ട്. അനേക ശക്തികൾ ഈ അന്തരീക്ഷത്തെ ഭരിക്കുന്നു. ലൂസിഫർ എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തി അല്ല. സത്യത്തിൽ വേദപുസ്തകത്തിൻ്റെ ഇന്നർ പോയിന്റിലേക്ക് പോയാൽ ആകെ ദൂതന്മാരുടെ 1/3 ഭാഗം ദൈവകൃപ വിട്ടുപോകുകയും അവരിന്ന് സാത്താൻ്റെ സാമ്രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒറ്റ വാക്യമാണ് അതിന് പ്രധാനമായും ഉദ്ധരിപ്പാനുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ മഹാസർപ്പം അതിൻ്റെ വാലുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 എന്ന് പറയുന്നത് ദൂതന്മാരിൽ 1/3 വേറൊരു ഭാഷയിൽ അവൻ്റെ വാലയിൽ ഉടക്കുന്നതേ ഉള്ളൂ 1/3 ദൂതന്മാർ. 2 ഭാഗം ദൂതന്മാർ ദൈവത്തോടുകൂടെയാണ്, അത് മഹാസർപ്പത്തോടുകൂടെ അല്ല. ആകയാൽ അവൻ്റെ വാലിലേക്ക് ഉടക്കുവാൻ കഴിയുന്ന, അവൻ അധികാരമുള്ള, അവൻ്റെ പുറകെ ചെന്നവനെ സേവിക്കുന്ന, അവൻ്റെ വാലയിൽ ഒതുങ്ങുന്ന ഈ 1/3 പേരെ ഭൂമിയിലേക്ക് എറിയുകയും മനുഷ്യനെ കഷ്ടപ്പെടുത്തുവാനും ദൈവത്തിങ്കിൽ നിന്ന് അധികം അകറ്റുവാനും തക്കവണ്ണം മനുഷ്യനെ പ്രേരിപ്പിക്കുവാൻ അവരെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു എന്ന ആശയം വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. അവിടെ നിന്നാണ് 1/3 എന്ന ആശയം പ്രധാനമായി വരുന്നത്. മറ്റും അങ്ങുമിഞ്ഞും സൂചനകളുണ്ട്, എന്നാൽ പ്രധാനമായ ആശയം അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവം ഉയർപ്പിച്ചു. എങ്ങനെ? അതിനുള്ള മെക്കാനിസം എന്തായിരുന്നു? തൻ്റെ ആത്മാവിനാൽ ഉയർപ്പിച്ചു. രക്ഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലിൽ അതേ ആത്മാവിനെയാണ് കർത്താവ് തരുന്നത്. ഞാനും നിങ്ങളും മരിച്ചാൽ നമ്മിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കേണ്ടതിന് വേണ്ടി ആത്മാവ് എന്ന മെക്കാനിസം ദൈവം ഒരുക്കുകയും, ആത്മാവിന് ഒരുപാട് കടമകളുണ്ട്, ഒരുപാട് ഏരിയകളുണ്ട്, അധികാരങ്ങളുണ്ട്, ഇടപെടലുകളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ക്രിസ്തുവിലും വ്യാപരിച്ചു, ക്രിസ്തുവിനെ ഉയർത്തി. എവിടം വരെ ഉയർത്തി? എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും മീതെ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു.
ഈ വീണുപോയ ശക്തികളിൽ പല വിഭാഗങ്ങളുണ്ട്, മറക്കരുത്. അതിനകത്ത് കർത്തൃത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞ കർത്താവിനെ പോലെ കാര്യങ്ങൾ ചെയ്യിക്കുന്ന, ഒരളവിൽ പഠിച്ചു വരുമ്പോൾ ഗൗരവമായി എടുത്തു വന്നാൽ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്ന, ദൈവദൂതൻ്റെ വേഷം ധരിക്കുന്ന ശക്തികൾ വരെയും ഇളകി വരുന്നതായി കാണാം. സാധു സുന്ദർ സിംഗിൻ്റെ ജീവചരിത്രത്തിൽ ഒരിക്കൽ, സാധു സുന്ദർ സിംഗിനെ ഒത്തിരി പേര് കേട്ട് കാണും. സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ അദ്ദേഹത്തെ വിശ്വാസത്തിൽ നിന്നും അടിപതറിച്ച് തെറ്റിക്കേണ്ടതിനായി, ചില ദുരുപദേശങ്ങൾ കുത്തിവയ്ക്കേണ്ടതിനായി സാത്താൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുവെന്നും, കണ്ടിട്ട് ഹെബ്രിയേലിനെ പോലെ തന്നെ ഇരിക്കുന്നു. ആ പ്രത്യേക ഭക്തൻ്റെ പ്രത്യേകത, വ്യത്യസ്ത ദൂതന്മാർ തൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത ദൂതന്മാരോട് അദ്ദേഹം അഭിമുഖമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പഞ്ചാബിൽ ജനിച്ച ഒരു സുന്ദർ സിംഗ് തൻ്റെ ദൈവത്തിനു വേണ്ടി വ്യാപകമായി പ്രസിദ്ധപ്പെടുകയും ലോകത്തിൽ അതുപോലെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുകയും ചെയ്തത് എന്ന് മറക്കരുത്. സുന്ദർ സിംഗിൻ്റെ ജീവചരിത്രത്തിലേക്ക് പോകുവാൻ ഇന്നെനിക്ക് സമയമില്ല. എന്നെങ്കിലും സമയമുള്ളവർ അല്ലെങ്കിൽ അവസരമുള്ളവർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ കിട്ടും, അത് വാങ്ങിച്ചു വായിക്കാം. ടിബറ്റിൽ അദ്ദേഹം ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ടിബറ്റിലിട്ട് കൊന്നുകളയേണ്ടതിന് വേണ്ടി അവിടുത്തെ ലാമമാർ അദ്ദേഹത്തെ ഒരു കിണറിനകത്ത്, അവർ പാമ്പിനെ ഇടുന്ന ഒരു കിണറുണ്ട്, ആ കിണറിനകത്ത് ഇടുകയും ചത്ത ശേഷം ശവം മാത്രം പുറത്തെടുക്കേണ്ടതിന് ആ കിണറിൻ്റെ വക്കത്തിൽ, അത് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന കിണറാണ്, ആ കിണറിൻ്റെ മുകളിൽ ഒരടപ്പുണ്ട്, അടപ്പ് കൊണ്ട് അടച്ച് ചങ്ങലയിട്ട് പൂട്ടി അതിൻ്റെ താക്കോലുമായി ലാമമാർ പോകുകയും, അല്പം കഴിഞ്ഞപ്പോൾ തേണ്ട സാധു സുന്ദര സിംഗ് പട്ടണത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടുകൊണ്ട് എന്തട സംഭവിച്ചതെന്ന് അന്വേഷിക്കുമ്പോൾ പൂട്ടി തന്നെ ഇരിപ്പുണ്ട്, ചങ്ങല അവിടെ തന്നെ കിടപ്പുണ്ട്, സുന്ദര സിംഗ് മാത്രം അതിനകത്തില്ല. ഒരു ദൂതൻ അദ്ദേഹത്തെ അതിനകത്തുനിന്ന് കയറ്റി വിട്ടു എന്ന് പറയുന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാടുള്ള സുന്ദര സിംഗ് ഒരു ദിവസം നോക്കുമ്പോൾ തേണ്ട ഹെബ്രിയേലിൻ്റെ രൂപത്തിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു ഭക്ത. ദൈവം തന്നെ അന്ന് വിളിച്ചിരുന്ന പദം ഇങ്ങനെയാണ്, ഭക്ത എന്നായിരുന്നു തന്നെ അഡ്രസ്സ് ചെയ്തിരുന്നത്. ഭക്ത, നിന്റെ ജീവിതത്തിൽ ഇന്ന കാര്യത്തിൽ നീ ക്രമീകരണം വരുത്തണം. ഉപദേശത്തിൽ തെറ്റിക്കാൻ വേണ്ടി കർത്തൃത്വം എന്ന ഭാഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. വെളിച്ചദൂതൻ എന്ന വാക്യം കൂടെ തൊടുകയാണ്. നീ മാറേണ്ടതിന് വേണ്ടി, കാര്യം നിന്നെ തെറ്റിക്കേണ്ടതിന് വേണ്ടി നീ ഇതിൻ്റെ ഇന്നതൂടെ ചെയ്യണം. അതൊരു ദുരുപദേശമാണ്. അത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ പോ പിശാചേ എന്ന് പറയുകയും അത് അപ്രത്യക്ഷമാകുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കേണ്ടതിന് സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷമെടുക്കും എന്ന് മറക്കരുത്. അവൻ്റെ ശുശ്രൂഷകന്മാരും അവനെപ്പോലെ തന്നെ വ്യത്യസ്ത രൂപങ്ങൾ എടുത്തെന്ന് വരും. ഇവിടെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ യേശുവിനെ ഇരുത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ യേശുവിന് വിരോധമായി ഇരുട്ടിൻ്റെ സാമ്രാജ്യം ഇവിടെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ശക്തികളെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്കൊരു ദിവസം കൊണ്ട് വിശദീകരിച്ച് തീരത്തില്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും സകല അനേകം നാമങ്ങൾ അതിന് മീതെ ഇരുത്തുകയും ചെയ്തു. സകല നാമത്തിനും മീതെയുള്ള നാമമാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഇതൊരു ദൈവസഭയാണല്ലോ, സഭയുടെ അകത്തെ മെസ്സേജാണ്. അനേക ദൈവദാസന്മാർ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നവർ പറയാറുണ്ട്, ഘോരമായ രോഗങ്ങളെക്കുറിച്ച് ആ പേര് കേൾക്കുമ്പോഴേ നമ്മൾക്ക് നിരാശയായി. ഇന്നയാളിന് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ നിരാശയായി. കാര്യം ആ ക്യാൻസറിൻ്റെ പേര് അത്രയും വലിയ പേരാണ്. അവൻ അതുപോലെ ഘോരമായൊരു പേരുണ്ട്. എന്നാൽ ചില കർത്തൃദാസന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, യേശുവിൻ്റെ നാമം ക്യാൻസറിൻ്റെ നാമത്തേക്കാൾ മേളിലാണ്. സകല നാമത്തിനും മീതെയുള്ള നാമം, സകല ശക്തിക്കും മീതെയുള്ള ശക്തി, സകല അധികാരത്തിനും മീതെയുള്ള അധികാരം. ചില പൈശാചിക ശക്തികളുടെ പേര് കേട്ടാൽ മന്ത്രവാദികൾ നടുങ്ങും, മന്ത്രവാദികൾ ഭയപ്പെടും. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരിക്കൽ ഒരു മന്ത്രവാദം ചെയ്ത ഒരു കൊച്ചൻ വീട്ടിൽ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മന്ത്രവാദി അദ്ദേഹത്തെ വിളിച്ചേച്ച് പറഞ്ഞു, നിനക്ക് വിരോധമായി ഇന്ന ശക്തിയെ, ഞാൻ ആ ശക്തിയുടെ പേര് ഇപ്പം പറയുന്നില്ല, ഇതൊരു പൊതുസ്ഥലമാണ്,
ഇന്ന ശക്തിയെ നിനക്കെതിരെ നിൽക്കുന്ന മന്ത്രവാദി അയക്കുവാൻ ശ്രമിക്കുന്നു. അതിന് മുന്നമേ നിനക്ക് അനുകൂലമായി അതേ ശക്തിയെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാം. 2 ലക്ഷം രൂപ ചെലവ് വരും. ഈ പറയുന്ന സംഭവം 1980കളിലെ കഥയാണ്. 1980കളിലെ കഥയാണ്. അന്ന് 2 ലക്ഷം രൂപ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലുള്ള ഒരാളിന്, അല്ലെ എന്നെപ്പോലെയുള്ള ഒരാളിന് ചിന്തിക്കാനൊക്കത്തില്ല. അതിനേക്കാൾ മേളില അക്കാലത്ത്. അദ്ദേഹത്തോട് പറഞ്ഞു, 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇന്നതും കൊണ്ടുപോവാ, ഈ ശക്തിയെ നിനക്ക് അനുകൂലമായി ഞാൻ അയക്കാം. ഇല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി നിന്റെ എതിരാളി അയക്കാൻ പോകുകയാണ്. ഒരിക്കൽ ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ രക്ഷിപ്പാൻ ഭൂമിയിൽ ഒരു മന്ത്രവാദിക്ക് കഴിയുകയില്ല. സകല മന്ത്രവാദത്തിൻ്റെയും അന്തിമമാണിത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ കൊടുക്കാൻ ഇല്ലഞ്ഞതുകൊണ്ട് പിന്നെ വരാം എന്ന് പറഞ്ഞു പോയി. പക്ഷേ പിറ്റേ ദിവസം മുതൽ ആ മനുഷ്യൻ ഉറങ്ങാൻ വയ്യാതെയായിപ്പോയി. ഞാൻ ആവർത്തിക്കുക, ആ മനുഷ്യൻ ഉറങ്ങാൻ വയ്യാതെയായിപ്പോയി. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ, 6 ദിവസം ഉറങ്ങിയിട്ടില്ല, ഒരു നിവൃത്തിയുമില്ലാതെ ജീവിതം ആകപ്പാടെ തകരുകയാണ്, തീരാൻ പോവുകയാണ്. അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ മന്ത്രവാദിയുടെ അടുക്കൽ തിരിച്ചു ചെന്നു. എന്തെങ്കിലും മാർഗമുണ്ടോ, ഞാൻ ചാകാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം മന്ത്രവാദി ഇങ്ങനെ പറഞ്ഞു, നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഭൂമിയിൽ ഒരു മാന്ത്രിക ശക്തിക്കും ഇനി നിന്നെ രക്ഷിക്കാൻ ഒക്കത്തില്ല. ഭൂമിയിലുള്ളതിലെ ഏറ്റവും വലിയ ശക്തിയാണ് നിൻ്റെ അടുക്കൽ വന്നത്. ഇനി നിന്നെ രക്ഷിക്കാൻ യേശുവിന് മാത്രം കഴിയും. അതിന് എവിടെ പോയി യേശുവിനെ കാണും? യേശുവിൻ്റെ പേരിൽ മന്ത്രം ചെയ്യുന്നവരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്തു വേണം എന്ന് ഈ ആൾ ചോദിച്ചു. അയാളോട് പറഞ്ഞു, ഗംഗാനഗറിൽ 2nd മെയിൻ റോഡിൽ ആസ്ബറ്റോസ് ഷീറ്റിട്ട ഒരു കൊച്ചു കുടിലിരിപ്പുണ്ട്. അതിനകത്ത് ഒരു പള്ളിയുണ്ട്. അതിനകത്ത് ഒരു കറുത്ത മനുഷ്യനുണ്ട്. പോയി അവരെ കണ്ടാൽ പ്രാർത്ഥിച്ചാൽ മതി. ആകപ്പാടെ എങ്ങനെ ഈ ചർച്ചിൽ വരും അറിഞ്ഞുകൂടാ. ഇവനിങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോഴാണ് ബ്രദർ രാജപക്ഷം എന്ന പേരിൽ ഒരു സഹോദരൻ അതുവഴി നടന്നു വരുന്നത്. കന്നഡ സംസാരിക്കുന്ന രാജപക്ഷം, അന്ന് തമിഴായിരിക്കും തോന്നുന്നു അദ്ദേഹം മെയിൻലി സംസാരിക്കുന്ന രാജപക്ഷം. കന്നഡയും അറിയാം. രാജപക്ഷത്തെ അറിയാവുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഞാൻ കയ്യൊന്ന് കണ്ടോട്ടെ. ഞങ്ങൾക്ക് വീട്ടുകാർക്കെല്ലാം അറിയാം. അങ്ങ് ഇനി 2-3 പേർക്ക് അറിയാം. അങ്ങനെ കന്നഡയായിരുന്നു, തമിഴായിരുന്നു. രാജപക്ഷം തമിഴാണ് സംസാരിച്ചിരുന്നത്. നമ്മുടെ ചർച്ചിൽ അന്ന് വരുന്ന ഒരാളാണ്. കന്നഡ സംസാരിക്കത്തില്ല. രാജപക്ഷം അതുവഴി വരുന്നത് കൊണ്ട് ഈ മന്ത്രവാദി പറഞ്ഞത്, ഇവനോട് ചോദ്യര്, ഇവൻ അവിടെ പോകുന്ന ആളാണ്. മറ്റേ മനുഷ്യനെ, മന്ത്രവാദത്തിന് അധീനനായിപ്പോയ ആ മനുഷ്യനെ വിടിവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം നടന്ന, ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം രാജപക്ഷത്തെ അതുവഴി കൊണ്ടുപോയതാണ്. രാജപക്ഷം അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാ നിൻ്റെ കാര്യമെന്ന് വെച്ച് ഇതാന്ന് പറഞ്ഞു. ഞാൻ പള്ളി പരിചയപ്പെടുത്താം. പക്ഷെ ഇപ്പം ചെന്ന പാസ്റ്റർ അവിടെ കാണുകയില്ല. പുള്ളി സെക്യുലർ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഓഫീസിലായിരിക്കും. പുള്ളി അവിടെ ഉണ്ടെന്ന് ഉറപ്പ് പറയാവുന്ന ഒറ്റ സമയമേ ഉള്ളൂ, ഞായറാഴ്ച ആരാധന. അന്ന് നിനക്ക് കാണാനൊക്കത്തില്ല. പോയിട്ട് ചൊവ്വാഴ്ച വൈകിട്ട് അവിടെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് അതിൻ്റെ പഠിക്കവാ, ഇന്നതാണ് സ്ഥലം, അവിടെ വന്ന് നിന്നാൽ മതി. ഞാൻ അവിടെ വരും. 6:30 മണിയോടുകൂടെ ഞാനിവിടെ എത്തുമ്പോൾ നിന്നെ അകത്ത് കൊണ്ടുപോകാം, പാസ്റ്ററെ കാണിക്കാം. ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞ മനുഷ്യൻ മന്ത്രവാദി, ഒരു മന്ത്രവാദത്തിന് അധീനനായി പോയ അദ്ദേഹം, ഞാൻ പേര് പോലും പറയുന്നില്ല, അവിടെ വന്നു. പള്ളിയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ, ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ, ആസ്ബറ്റോസ് ഷീറ്റ്, പൊട്ടിയ ചോരുന്ന ആസ്ബറ്റോസ് ഷീറ്റ്, ഒരു കൊച്ചു കുടില, അതിൽ കവിഞ്ഞ് അതിനകത്തൊന്നുമില്ല. പക്ഷേ അവനകത്ത് കയറാൻ ഒരു ഭയം, എന്തോ ഒന്ന് അവനെ പിടിച്ചു വലിക്കുന്നു. അവനെ ചർച്ചിൻ്റെ അവിടെ വന്ന് ഒറ്റ ഓട്ടം ഓടി വന്ന ഡയറക്ഷനിൽ തന്നെ. അടുത്ത ജംഗ്ഷനിൽ ചെന്നപ്പോൾ അവനോട് തന്നെ ചോദിച്ചു, ഞാൻ എന്തിനാ ഈ ഓടുന്നേ? ഞാൻ അവിടെ കയറാൻ വന്നയാളല്ലേ, എന്തിനാ ഓടുന്നേ? അവൻ തിരിച്ചു വന്ന് അതൊരു അല്പം കയറ്റമിറക്കമുള്ള റോഡാണ്. ആ റോഡ്, ആ കയറ്റത്തിന് കയറി മേളിലോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ അകത്ത് കയറാൻ പേടി. ഒറ്റ ഓട്ടം ഇങ്ങേ ജംഗ്ഷൻ വരെ. ഈ ജംഗ്ഷനിൽ ചെന്നപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാനെന്തിനാ ഓടുന്നത്? ഇവിടെ കയറാൻ വന്നതല്ലേ. തിരിച്ച് താവോട്ട് കടന്നു. ഇതിൻ്റെ പടിക്ക് വന്നപ്പോൾ ഒരു ഭയം, താവോട്ട് ഓടി. ഇങ്ങനെ ഈ പുള്ളി 6:30 മുതൽ 7 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വേർത്ത് നിൽക്കുമ്പോഴാണ് രാജപക്ഷം വരുന്നത്. എന്തടെ ഓടുന്നത്? സാറേ പേടി കൊണ്ടാണെന്ന് പറഞ്ഞു. വാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ട് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മന്ത്രവാദിക്ക് നന്നായി അറിയായിരുന്നു. അന്ന് രാത്രിയിൽ കർത്താവ് ദുർഭൂതത്തെ ശാസിച്ചു. അന്ന് രാത്രിയിൽ കർത്താവ് അവനെ വിടുവിച്ചെടുത്തു. സകല നാമത്തിനും മീതെയുള്ള നാമം. ചില ശക്തികളുടെ പേര് കേട്ടാൽ ആളുകൾ ഭയപ്പെടും. ചില രോഗത്തിൻ്റെ പേര് കേട്ടാൽ ആളുകൾ ഭയപ്പെടും. സകല നാമത്തിനും മീതെ നാമമുള്ള നിത്യനായ ദൈവം, ഈ ദൈവം നമ്മോട് എന്തു ചെയ്തു? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന എന്നെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രകാശമുള്ള രാജ്യത്തിലാക്കി വെക്കേണ്ടതിന് അനേക പടികളിലൂടെ കടത്തി. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു.
എങ്ങനെയാണ് നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നത്? ആ വാക്യം ഞാൻ തന്നെ വായിക്കാതെ സഹോദരന്മാരാരെങ്കിലും ദയവായിട്ട് ആരെങ്കിലും ഒന്ന് ശബ്ദമായി വായിക്കാമോ? എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. കർത്താവിന്റെ പ്രവൃത്തികളിൽ ഒന്ന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരുന്നു ഞാൻ, അതുപോലെ സകലരും. കാര്യം സർവഭൂമിയും പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നമ്മെ എങ്ങനെയാണ് മരിച്ചത്? 2-ാമത്തെ വാക്യം പറയുന്നു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും. ഈ ലോകത്തിനൊരു കാലഗതിയുണ്ട്. എല്ലാ കാലത്തും ഫാഷനുകൾ ഒരുപോലെയല്ല. ഞാൻ ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ നിന്ന് അകത്തിൻ്റെ അകത്തുനിന്ന് ഒരാളിനെ കൂടെ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയുമോ എന്ന് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുവാൻ പരിശുദ്ധാത്മാവെന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുക, ഈ ഭാഗങ്ങളിലൂടെ വരികയാണ്. എങ്ങനെയാണ് ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നത്? ബൈബിൾ പറയുന്നു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും ഒക്കെ വിധേയമായി അവരെ അനുസരിച്ച് നടന്നു. ഒന്ന്, ഈ ലോകത്തിന് ഒരു കാലഗതിയുണ്ട്. എല്ലാ സമയത്തും ഒരേ പാപമല്ല ലോകത്തിൽ അധികം മുന്നേറുന്നത്. എല്ലാ ഏരിയയിലും ഒരേ പാപമല്ല മുന്നേറുന്നത്. വ്യത്യസ്ത ഏരിയകളെ ഭരിക്കുന്ന വാഴ്ചകൾ പലതുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വരുന്ന പൈശാചിക ഭരണങ്ങൾ പലതുണ്ട്, അവയുടെ കീഴിൽ വരുന്നതാണ്. ഞാൻ എൻ്റെ മാത്രം ഉദാഹരണം എടുത്തു പറയാം, വേറെ ഒന്നിനു പോകുന്നില്ല. എനിക്ക് ഏറെക്കുറെ 25 വയസ്സ് പ്രായമുള്ള സമയം, 25 വയസ്സ് പ്രായമുള്ള സമയം വെൽബോട്ടം പാൻറ് എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. എൻ്റെ പാൻറ്റിന് ഏതാണ്ട് 20 സെൻറ്റിമീറ്ററാണ്, 20 ഇഞ്ചായിരിക്കും, 18 ഇഞ്ചോ 20 ഇഞ്ചോ സംതിങ് ആണ് എൻ്റെ പാൻറ്റിൻ്റെ ബോട്ടം. എനിക്കറിഞ്ഞുകൂടാ, തയ്യക്കാരൻ അറിഞ്ഞാൽ മതി, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, അത്ര ഏതാണ്ടാണ്. ഇതിൻ്റെ ഇരട്ടി വരുന്ന വലിപ്പം ഉണ്ടാകും, ആനക്കാല് പോലെ കണ്ടാലിരിക്കും. അതിനെ വെൽബോട്ടം പാൻറ് എന്ന് വിളിക്കുമായിരുന്നു. അത് സാധാരണ നാട്ടിലെ ഒരു പരിചയമായി വന്നു. കേരളത്തിലെ അല്ല, ഞങ്ങളന്ന് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഒരു പരിചയമായി വന്നു. എന്നോടും തയ്യക്കാരൻ ചോദിച്ചു, സാറേ ഈ പാൻറ്റിൻ്റെയൊക്കെ കളയാനുള്ള പരുവം കഴിഞ്ഞു, അതുകൊണ്ട് ഒരു അടുത്തതുണ്ടാക്കുന്ന വെൽബോട്ടം ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അതിന് ഇഷ്ടമുള്ളവരുണ്ട്, അവർക്കുണ്ടാക്കി കൊടുക്കുക, എനിക്ക് വേണ്ട. ഒരു കുറച്ച് നാൾ കഴിഞ്ഞതോടുകൂടെ, 7-8 വർഷം കഴിഞ്ഞതോടുകൂടെ ഇതങ്ങ് മാറി വെച്ച് ടൈറ്റ് പാൻറ്റായി. ഒരു കുഴൽ പോലെ മാത്രം പാൻറ്റുകളിരിക്കും. ഒത്തിരി പേര് പണ്ട് വെൽബോട്ടത്തിന് പോയി, ഇപ്പോൾ അവരെല്ലാം ടൈറ്റ് പാൻറ്റിന് പോയി. പക്ഷേ എം എ വർഗീസിന് അന്നും ഇന്നും, ഇപ്പോൾ ഇത്രയും വർഷമായി, ഇന്നും എൻ്റെ ഒറിജിനാലിറ്റി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഈ ലോകത്തിന് ഒരു കാലഗതിയുണ്ട്. ആരാണ് ഈ കാലഗതി മാറ്റുന്നത്? ഇതിൻ്റെ പുറകിൽ ഒരു വീണുപോയ പിശാചുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാൻ, ഒരാളിനെ കൂടെ കഴിയുമെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ നിർത്താതെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, എം എ വർഗീസിൻ്റെ വലയിലാരും വീഴുകയല്ല, കർത്താവിൻ്റെ ഭാഗത്തേക്ക് ചിലരെ വേർതിരിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിക്കുന്നത്, ദൈവസഭയുടെ മുമ്പിൽ പ്രസ്താവിക്കുന്നത് നിർബന്ധമാകയാൽ ഞാൻ പോകുകയാണ്. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, എഫെസ്യ ലേഖനം 2:22 വായിക്കുന്നത്, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും. അടുത്തത്, ആകാശത്തിലെ അധികാരത്തിനനുസരിച്ച് നടക്കുന്നവർ. ആകാശത്തിലൊരു അധികാരമുണ്ട്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കറങ്ങുന്ന ഒരു പ്രപഞ്ചത്തിലാണ് ഞാനും നിങ്ങളും. വ്യത്യസ്ത ശക്തികൾ കൈകാര്യം ചെയ്യുന്ന വീണുപോയ വ്യത്യസ്ത ദൂതന്മാർ ലോകത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത ആംഗിളുകളിൽ കറങ്ങുമ്പോൾ അവരൊക്കെ അവരുടെ ഇൻഫ്ലുവൻസസ് അവരുടെ ആളുകളുടെ മേൽ കാണിക്കാൻ ശ്രമിക്കും. അങ്ങനെ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. ഈ ആത്മാവിനെ അനുസരിക്കുന്നത് ആരാണ്? അനുസരണക്കേടിൻ്റെ മക്കളാണ്. എവിടുന്നാണ് നമുക്ക് അനുസരണക്കേട് ഉണ്ടായത്? ആദാമിൽ നിന്നുണ്ടായതാണ്. ആദാമിനോട് തീർത്തു പറഞ്ഞിരുന്നു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാം ദൈവത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സാത്താനെ അനുസരിക്കുകയും അനുസരണക്കേടിൻ്റെ മക്കളായി ബ്ലഡ് ലൈനിൽ പാപം എന്നിലേക്ക് കടക്കുകയും ചെയ്തു. എൻ്റെ ജഡം ആദാമ്യ രക്തത്തിൽ നിന്നാകയാൽ, എൻ്റെ രക്തം ആദാമ്യ രക്തത്തിൽ നിന്നാകയാൽ
ആദാമിൻ്റെ അതിക്രമം എന്നിലേക്കും കൂടെ കടന്നു. അതിക്രമങ്ങളിൽ ഞാൻ മരിച്ചു, പാപങ്ങളിൽ ഞാൻ മരിച്ചു. ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. എങ്ങനെയാണ് ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചത്? വേറൊരാത്മാവിനെ ഞാൻ അനുസരിച്ചതുകൊണ്ടാണ്. ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു. 3-ാമത്തെ വാക്യത്തിൽ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡത്തിൻ്റെ മോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ആദാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം വരികയും ഇരുളിൻ്റെ സാമ്രാജ്യത്തിലേക്ക് മാറുകയും ചെയ്തെങ്കിൽ ദൈവത്തിൻ്റെ കോപം അവർക്ക് നേരെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആദം ഹവ്വമാരെ ഏദനിൽ നിന്ന് പുറത്താക്കി ദൈവം തൻ്റെ കോപം തെളിയിച്ചത്. ആ കോപപാത്രങ്ങളായി ആ കോപത്തിലേക്ക് ജനം മാറി അങ്ങനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന നമ്മെ കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. പണ്ട് ഇരുളിൻ്റെ സാമ്രാജ്യത്തിലായിരുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പിക്കുകയും ദൈവിക ഉപദേശത്താൽ ആ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് എടുത്ത് ക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തിൽ ആക്കുകയും ചെയ്ത ദൈവത്തെ ഇവിടെയും സ്തുതിക്കുക. എഫെസ്യ ലേഖനം 5:8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ, ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ ലോകത്തിൻ്റെ കാലഗതികളെയും ലോകത്തിൻ്റെ പ്രതാപത്തെയും അനുസരിച്ച് നടന്നിരുന്ന എന്നെ ക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പിക്കേണ്ടതിന് ക്രിസ്തു വരികയും പരിശുദ്ധാത്മാവ് എനിക്ക് തൻ്റെ ഉപദേശങ്ങൾ തരികയും എന്നെ ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് പൊക്കി തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന് ഇത്രയും കൊണ്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു. യോഹന്നാൻ 12:46 യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ചിലയിടത്തെല്ലാം ഇരുട്ടാണ്, എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തിനു വേണ്ടി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വെളിച്ചമായി ലോകത്തിലേക്ക് വന്ന കർത്താവ്. വെളിച്ചവും ഇരുളും തമ്മിൽ എടുത്തു പറയുമ്പോൾ ഞാൻ ഒരു പഴയ ചരിത്രം ഓർക്കുന്നു. പണ്ടൊരിക്കൽ ഒരു സിംബോസിയം ഒരിടത്ത് കൊടുക്കേണ്ടതിന് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തെക്കുറിച്ച് പറയുവാൻ അല്ലെങ്കിൽ ആ ഒരാശയം തന്നു. എനിക്ക് സിംബോസിസം എഴുതുവാൻ അറിയാൻ ഉയർന്ന അന്ന് വരെ ഞാനത് ചെയ്തിട്ടുമില്ല. പാസ്റ്റർ വി ജസാൻകുട്ടിയാണ് അന്ന് എന്നെ സഹായിച്ചത്. അന്ന് എന്നെ സഹായിച്ച് അദ്ദേഹം എഴുതി തന്ന സിംബോസിയം ഞാനത് അവതരിപ്പിച്ചു. അന്ന് 2-3 പേര് ഇതേ ആശയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു തത്രപ്പാടുള്ള ഒരു സമയത്ത്, വഴിയാത്രക്കാരുടെ എണ്ണം ഒരുപാടായിരുന്ന ഒരു സമയത്ത്, ഒരു വഴിയമ്പലത്തിൽ ഒരുപാട് ആളുകൾ ഒരു രാത്രി കിടക്കേണ്ടതിന് വേണ്ടി ചെന്നു. ഒരു സന്യാസി അവിടെ ചെന്നു, അല്ലെങ്കിൽ ഒരുവൻ അവിടെ ചെന്നു. വഴിയമ്പലം മുഴുവനും നിറഞ്ഞു പോയതുകൊണ്ട് വഴിയമ്പലത്തിൻ്റെ അകത്ത് സ്ഥലമില്ല. കണ്ണിക്കുത്തിയാൽ കാണാത്ത ഇരുട്ടെന്ന് പറയുന്നത് പോലെയുള്ള വല്ലത്തെ ഇരുട്ടാണ്. ഒരു വെളിച്ചവും അവിടെ ഇല്ല. അവസാനം ആരോ ആ ചെന്ന മനുഷ്യനോട് പറഞ്ഞു, അകത്ത് സ്ഥലമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു വരാന്തയുണ്ട്, ആ വരാന്തയിൽ പോയി കിടക്കാം. ഒരല്പം വെളിച്ചം അകലെ നിന്ന് വന്നത് എന്ന് പറഞ്ഞാൽ അകത്തുണ്ടായിരുന്ന ഏതോ ഒരു ജനൽ തുറന്നതിനാൽ പലയിടത്തും തട്ടി പ്രതിഫലിച്ച ഒരു ചെറിയ വെളിച്ചം അവിടെ ഉണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ ആ വരാന്ത കാണുവാനും അവിടെ പോയി തൻ്റെ ഷീറ്റ് വിരിച്ച് അവിടെ കിടക്കുവാനും ഇടയായി. ആ മനുഷ്യൻ സുഖമായി ഉറങ്ങി. രാവിലെ അദ്ദേഹം ഉണരുമ്പോഴത്തേക്ക് തൻ്റെ സൂര്യരശ്മികൾ വന്നിരുന്നു പ്രകാശമായി. അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് പട്ടിയിട്ട കാട്ടത്തിൻ്റെയും വ്യത്യസ്ത ജീവികൾ അവിടെ കാഷ്ടിച്ചതിൻ്റെയും നടുക്കാണ് ഈ മനുഷ്യൻ ഷീറ്റ് വിരിച്ച് കിടക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അയാൾ സുഖഭദ്രമായി ഉറങ്ങി, അങ്ങർക്ക് യാതൊരു തകരാറും ഇല്ലായിരുന്നു. പക്ഷെ വെളിച്ചം വന്നപ്പോൾ താൻ കിടക്കുന്ന ഇടം ഏതാണെന്ന് മനസ്സിലായി. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിച്ചാൽ ഞാനും നിങ്ങളും നടക്കുന്ന ഇടങ്ങളിൽ നാം ഇരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയുവാൻ കഴിയും. ആത്മാവിൻ്റെ പ്രകാശനം ലഭിച്ചവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. യോഹന്നാൻ 12:46 എന്നിൽ
വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. തൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തരുവാൻ, തൻ്റെ മാതൃകയാൽ നമ്മെ നടത്തുവാൻ താൻ തന്നെ വെളിച്ചമായി ലോകത്തിൽ നടന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ഞാനൊന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, തുടർന്ന് ഞങ്ങൾ ഇടപെടുന്ന മിനിറ്റുകളിൽ ഈ ദൈവിക പ്രകാശം അടിയങ്ങളിലേക്ക് വരുവാൻ, കർത്താവേ, ആ പ്രകാശത്തെ തടയുവാൻ പലപ്പോഴും ഞങ്ങൾ പലതും കേൾക്കുമെങ്കിലും ഗ്രഹിക്കാതെ വണ്ണം ഞങ്ങളുടെ ഗ്രഹണ ശക്തിയെ തടയുവാൻ നിൽക്കുന്ന അന്ധകാര ശക്തിയെ എൻ്റെ ഓഡിയൻസിൻ്റെ നടുവിൽ നിന്ന് ഈ പകൽ ഞാൻ ശാസിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനം അങ്ങയുടെ വചനം കേൾക്കുവാൻ, അത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ലക്ഷോപലക്ഷങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ആ കേൾക്കുന്ന ഓരോ ഇടങ്ങളിലും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചവും ദൈവാത്മാവിൻ്റെ പ്രകാശനവും അവിടെ വരുവാൻ, വിശുദ്ധ ദൂതന്മാരെ നിങ്ങൾ കാവലിന് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ ഞങ്ങൾ ദൂതസഞ്ചയങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവേ, ജനം അങ്ങയെ തിരിച്ചറിയുവാൻ, ആഴമായ വിശുദ്ധീകരണത്തിൻ്റെ അന്തരംഗത്തിലേക്ക് കടക്കുവാൻ കർത്താവിടയാക്കണമേ. മഹത്വം കർത്താവിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഇനി ഈ വാക്യങ്ങൾ തുടരട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇരുട്ട് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിവുള്ളതല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു സൂചന മാത്രം കൊടുത്തെങ്കിൽ ബിഗ് ബാങ്ങിനെ കുറിച്ച് വിശദീകരിക്കുന്നവർ ഈ ദൈവവചനമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്, അതേ ദൈവവചനമാണ് യേശുവായി മാറിയതും, വചനം ജഡമായി തീർന്നാണ് കൃപയും സത്യവും നിറഞ്ഞവനായ യേശുവായി നമ്മുടെ ഇടയിൽ പാർത്തത്. ഇതേ വചനത്തെക്കുറിച്ച് വേറൊരു ഭാഷയിൽ ശാസ്ത്രലോകം പറയുമ്പോൾ അവർ പറയുന്നത് 13.8 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ഒരു ബിഗ് ബാങ് ഉണ്ടായി. വേദപുസ്തകവും ശാസ്ത്രവും ഒരുമിച്ച് അംഗീകരിക്കുന്ന എനിക്ക് ആ ബിഗ് ബാങ് ആണ് സൃഷ്ടിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ദൈവശബ്ദം എന്ന് വ്യക്തമായി മനസ്സിലാകും. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഇരുള് വെളിച്ചത്തെ പിടിച്ചടക്കത്തില്ല. നിങ്ങൾക്കറിയാമോ ശാസ്ത്രം പറയുന്നത്? 13.8 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഒരു വെളിച്ചത്തിൻ്റെ രശ്മി വീശിയെങ്കിലും ഇരുളും വെളിച്ചവും തമ്മിലൊരു സമരം നടക്കുക, ഏത് ജയിക്കുമെന്ന്. അതിനെ പിടിച്ചടക്കാൻ, ഇതിനെ പിടിച്ചടക്കാൻ ആദ്യത്തെ 300,000 years 3 ലക്ഷം വർഷം ഒരു നക്ഷത്രവും രൂപീകരിച്ചില്ല. വചനമുണ്ടായ ശേഷം, സൃഷ്ടിക്കപ്പെടട്ടെ എന്ന ആജ്ഞ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ വന്ന ശേഷം, ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ബിഗ് ബാങ് സംഭവിച്ച ശേഷം അടുത്തുള്ള 300,000 years 3 ലക്ഷം വർഷം ഒരു നക്ഷത്രവും ഉണ്ടായിട്ടില്ല. എങ്ങും ഇരുൾ ജയിച്ചിട്ടില്ല, വെളിച്ചവും ജയിച്ചിട്ടില്ല. തമ്മിലൊരു പിടിവലിയായിരുന്നു. വെളിച്ചം ഇരുളിനെ പിടിച്ചടക്കത്തില്ല. 3 ലക്ഷം വർഷം കഴിഞ്ഞതോടെ ഒന്നാമത്തെ നക്ഷത്രം രൂപീകരിക്കപ്പെട്ടു. ഞാൻ വളരെ ആധികാരികമായ കണക്കുകളിലൂടെയാണ് പോകുന്നത്, വ്യക്തതയിലാണ് ഞാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രം രൂപീകരിക്കപ്പെട്ടു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് അടിച്ചാൽ ഇരുൾ അതിനെ അനുവദിക്കാതിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പന, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ എന്നാണ് ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു, നമ്മിൽ പ്രകാശിച്ചിരിക്കുന്നു. ഈ വെളിച്ചം നമ്മിൽ വെളിച്ചമായി മാറട്ടെ. അടുത്തത് ദ ഇറ്റേണൽ പ്ലാൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതി എന്താണ്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ പിന്നെ അവസാനം, അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഇന്ന് ഇങ്ങനെ സമരം ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്, വാഴ്ചകളുണ്ട്,
അധികാരങ്ങളുണ്ട്, കർത്തൃത്വങ്ങളുണ്ട്, സിംഹാസനങ്ങളുണ്ട്. അവയെല്ലാം വ്യത്യസ്ത ആംഗിളുകളിൽ അവരെ കൊണ്ട് ഒക്കുന്നത് പോലെ ദൈവരാജ്യത്തെ തടുത്തു നിർത്തുവാൻ, മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് വിടാതിരിക്കുവാൻ, പൂർണ്ണമായി വിടാതിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ അവസാനം വരുമ്പോൾ സകല വാഴ്ചയ്ക്കും സകല അധികാരത്തിനും സകല ശക്തിക്കും നീക്കം വരുത്തിയിട്ട് യേശു ഈ സാമ്രാജ്യം അല്ലെങ്കിൽ ഈ ഭൂമിയെ തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കും. ഈ ഭൂമിക്കൊരു ടൈറ്റിൽ ഡീഡുണ്ട്, അത് ദൈവത്തിൻ്റെ പേരിലായിരുന്നു. ഇന്നത് സാത്താൻ്റെ പേരിലാണ്. കാര്യം, ഈ മുഴുഭൂമിയും സാത്താൻ്റെ അധീനതയിലാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ജാതികളുടെ കാലഘട്ടത്തിൽ, പൈശാചികമായ ഒരു മണ്ഡലത്തിൽ. അതേസമയം ജ്യോതിസ്കളായി ദൈവത്തിൻ്റെ തേജസ്സിനെ വഹിച്ചുകൊണ്ട് നാം ഇതിനകത്ത് നടക്കയാ. നമ്മെക്കൊണ്ട് ഒരുപാട് ജയം കർത്താവ് എടുക്കും. ദൈവം ജയമെടുക്കുന്നത് നമ്മിലൂടെയാണ്. നാമാണ് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നീ എൻ്റെ യുദ്ധത്തിൻ്റെ വെൺമഴുവാ, നീ എൻ്റെ യുദ്ധത്തിൻ്റെ ആയുധമാ, നിന്നെക്കൊണ്ട് ഞാനിത് ചെയ്യും. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലും നിങ്ങളിലും നിറയുന്നുവെങ്കിൽ നമ്മെക്കൊണ്ട് ഈ പൈശാചിക മണ്ഡലത്തെ എൻ്റെ ദൈവം നിറയ്ക്കും. പിന്നെ അവസാനം അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. നമുക്ക് പൗലോസ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിലൂടെ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, 26-18 അപ്പോസ്തല പ്രവൃത്തികൾ, അവർക്ക് പാപമോചനവും എങ്കിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പൗലൂസിനെ അങ്ങോട്ട് അയച്ചേച്ച് കർത്താവ് പറഞ്ഞത്, പൗലൂസേ, ഞാൻ നിന്നെ എന്തിനു വേണ്ടിയാണ് അയക്കുന്നത്? അവരുടെ ഇടയിൽ നീ പോയി ഒരു മാതൃകാ ജീവിതം ചെയ്തേച്ച് പോരാനല്ല, അവരിൽ ചിലരുടെ കണ്ണ് നീ തുറന്നേ മതിയാകും. അവരിൽ ചിലരുടെ കണ്ണ് നീ തുറന്നേ മതിയാകൂ. അവർ ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്, അവിടുന്ന് അവരെ വെളിച്ചത്തിലേക്ക് നടക്കണം. അവർ പിശാചിൻ്റെ അധീനതയിലാണ്, അവിടുന്ന് അവരെ എങ്കിലേക്ക് നടക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ അയച്ചിരിക്കുന്നത്. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. എം.എ. വർഗീസിനെ അയച്ചത് എന്തിനാ? ഇതിനകത്തിരിക്കുന്ന നമ്മെ അയച്ചത് എന്തിനാ? നമ്മിൽ ഓരോരുത്തരെ അയച്ചത് എന്തിനാ? 1 പത്രോസ് 2:9 ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോ, 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശ ത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നിങ്ങളും അത് തന്നെയാണ്. പൗലോസേ, അങ്ങ് എന്തിനാ ഞാൻ വിളിച്ചത്? ഈ മതത്തിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന് നിന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് പുറത്തെടുത്തത് നിന്നിൽ ചില കഴിവുകളുണ്ട്. പിശാച് ആദാമിൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച ജനത്തെ അവരവരുടെ കഴിവുകൾ നോക്കി പൈശാചികഹിതം ചെയ്യുവാൻ വേർതിരിക്കുമ്പോൾ ചിലർ സഭകളെ ഇടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്, ചിലർ മദ്യപാനത്തിന് പ്രസക്തി കൊടുത്തിട്ടുണ്ട്, ചിലർ കൊലപാതകത്തിന് പ്രസക്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ രാജാക്കന്മാരെയാണ് തൊടുന്നത്. ചില രാജാക്കന്മാർ ശൂന്യതകൾക്ക് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്, ചിലർ കൈക്കൂലിക്ക് പ്രത്യേകത കൊടുക്കാറുണ്ട്, ആളുകളെ ആ രീതിയിൽ നയിക്കാറുണ്ട്. വേറെ ചിലർ വ്യഭിചാരത്തിൽ ആളുകളെ നയിക്കാറുണ്ട്, ദുർനടപ്പിൽ ജനത്തെ കൊണ്ടുപോകാറുണ്ട്, ചിലർ കൊന്നുകളയാറുണ്ട്. ഓരോന്നിനും ഓരോരുത്തനെ കൊള്ളാമെന്ന് കാണുമ്പോൾ പിശാച് അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്നത് പോലെ, പൗലോസേ, എനിക്ക് അങ്ങയെ ഉപയോഗിപ്പാനുണ്ട്. അങ്ങയ്ക്ക് ചില കാര്യങ്ങൾ അറിയാം, അങ്ങയ്ക്ക് ചില കഴിവുകളുണ്ട്. ഈ കഴിവുകൾ ഉപയോഗിച്ച് കുരുടായിരിക്കുന്ന ചില കണ്ണുകളെ തുറന്നെടുക്കുവാൻ, എൻ്റെ വെളിച്ചം അവരിലേക്ക് കൊടുക്കുവാൻ, പിശാചിൻ്റെ അധീനതയിൽ നിന്ന് ചിലരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപാകെ കൊടുക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാ നീ. പൗലോസേ, അത് അങ്ങയുടെ മാത്രം അനുഭവമായിരുന്നു. പത്രോസ് പറഞ്ഞല്ല, നിങ്ങളെയും, നിങ്ങളോ, എം.എ. വർഗീസോ, ബേഥേലോ, ഇന്നെന്നെ ശ്രദ്ധിക്കുന്നവരോ, ലോകത്തിൽ എവിടെയെങ്കിലും ശ്രദ്ധിക്കുന്നവരോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെ, എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്
നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും അങ്ങനെ പുതുമനുഷ്യനെ ധരിക്കുക. നിങ്ങൾക്കൊരു ശരീരമുണ്ട്, ഇത് പഴയതിൽ കിടന്നതാണ്. യേശുവിൻ്റെ മരണത്താൽ യേശുവിൻ്റെ ഉയർപ്പിനാൽ നിങ്ങളെ ആത്മാവിൽ ഉയർപ്പിച്ചു. ശരീരത്തിൽ ഉയർപ്പിച്ചിട്ടില്ല, ശരീരത്തിൽ ഇനി ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആത്മാവിൽ ഉയർപ്പിച്ചു. എന്നോടും നിങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ആത്മാവിൻ്റെ പ്രകൃതി അനുസരിച്ച് ജീവിക്കുക, നിങ്ങൾ ആത്മാവിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുക, നിങ്ങൾ ആത്മാവിൻ്റെ രീതിയിൽ നടക്ക്, ആത്മാവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ചെയ്യ്. ഈ ശരീരം മാറി ഞാൻ നിങ്ങൾക്കൊരു പുത്തൻ ശരീരം തരും. ആ ശരീരം ഇന്ന് ഈ ശരീരത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിന് തക്കവണ്ണം ഒരു പുതിയ ശരീരം തരും. ഞാൻ നിങ്ങളെ ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ നിങ്ങളത് ധരിക്കുക, നിങ്ങൾ യോഗ്യമായി നടക്കുക. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ ഉപേക്ഷിച്ച്, എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്, ആ മോഹങ്ങൾ പലതും എന്നെ ചതിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട. ഏതെങ്കിലും രീതിയിൽ കൂടുതൽ മോഹങ്ങളിൽ അകപ്പെട്ടു പോയവർക്ക് എല്ലാം അറിയാം, ഇത് ചതിയായിരുന്നു. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച്, എൻ്റെ അകത്തൊരു പുതിയ ആത്മാവാണ്, അതുകൊണ്ട് പുതുക്കം എൻ്റെ ജീവിതത്തിൽ കാണണം. ഒരു പുതുമനുഷ്യനെ പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഞാനൊരു കൊച്ചു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കാൻ പോകുകയാണ്. ഞാൻ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നുവെന്ന് ഇരിക്കട്ടെ. അത് പണ്ടായിരുന്നു, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല. അന്ന് എൻ്റെ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. എൻ്റെ ജഡത്തിന് മാത്രമേ ജീവനുള്ളൂ. എനിക്ക് ജീവനുണ്ട്, എനിക്ക് ജഡവുമുണ്ട്, പക്ഷെ എൻ്റെ ആത്മാവ് മരിച്ചു കിടക്കുക. ഞാൻ സിഗരറ്റ് വലിക്കുമായിരുന്നു എന്നിരിക്കട്ടെ. സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടതോടുകൂടെ ജീവൻ്റെ ശകലം എന്നിലേക്ക് അടിച്ചു തുടങ്ങി. സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ എൻ്റെ ജഡമനുഷ്യൻ ഇതങ്ങ് പരിചയിച്ച് കഴിഞ്ഞതാണ്. സിഗരറ്റ് വലിക്കുന്നത് പരിചയിച്ച് കഴിഞ്ഞതാണ്. അടുത്തൊരു സിഗരറ്റിൻ്റെ മണം അടിക്കുമ്പോഴോ സിഗരറ്റിൻ്റെ ഓർമ്മ വരുമ്പോഴോ എൻ്റെ ജഡമനുഷ്യൻ എൻ്റെ ബുദ്ധിയോട് പറയും, എടുത്തോ വലിച്ചോ, നീ ഇതിനകത്ത് ജീവിച്ചവനാ, ഇതില്ലാതെ നിന്നെ കൊണ്ട് ഒക്കുകയില്ല. ഈ ആളുകളൊക്കെ പറയുന്ന ചുമ്മാതാ, നിന്നെ കൊണ്ട് ഒക്കുകയില്ല. പെട്ടെന്ന് എൻ്റെ ആത്മമനുഷ്യൻ പറയും, ഇല്ല വർഗീസേ, എനിക്കിപ്പം ജീവനുണ്ട്, ഞാനിപ്പം ജീവനുള്ളവനാണ്. പക്ഷേ ഈ പുള്ളി തീരെ ശിശുവാണ്, ഇങ്ങോട്ട് ഉണ്ടായതേ ഉള്ളൂ, ഈ പുള്ളി തീരെ ശിശുവാണ്. ജഡം എന്നെ നിർബന്ധിക്കുന്നതനുസരിച്ച് ആത്മാവിന് നിർബന്ധിപ്പാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ പിന്നെയും ജഡത്തിന് കീഴടങ്ങും. അതോടുകൂടെ എൻ്റെ ആത്മമനുഷ്യനെ ഉണ്ടായിരുന്ന ജീവനും കൂടെ നഷ്ടപ്പെടും. ഒരു കൊച്ചു കുഞ്ഞ് എൻ്റെ ആത്മമനുഷ്യനെ ഒരു കൊച്ചു കുഞ്ഞായി എടുത്താൽ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ തീ കണ്ടാൽ പിടിക്കണമെന്നേ അവർക്ക് തോന്നത്തുള്ളൂ, വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് നടക്കുകയും ജഡത്തിൻ്റെ വികാരങ്ങളെ മരിപ്പിച്ചുകൊണ്ട്, ജഡത്തിൻ്റെ പ്രകൃതിയെ മരിപ്പിച്ചുകൊണ്ട് എന്നെ ദൈവകൃപയിൽ നിർത്തുകയും ചെയ്യുന്നു. എഫെസ് ലേഖനം 5:8 അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത്. ഉപവസിക്കുന്ന ദിവസങ്ങളിൽ വ്യർത്ഥ സംസാരത്തിൽ സമയം കളയരുത്, അല്ലാത്ത ദിവസങ്ങളിലും പാടില്ല എന്ന് ഞാൻ എപ്പോഴും എടുത്തു പറയാറുണ്ട്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. എങ്ങനെ? ചീത്തത്തരം, പൊട്ടച്ചൊൽ. എഫെസ് ലേഖനം 5:8 ഞാൻ വായിക്കുന്നത്. എഫെസ്യർ 5:8 അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നുമരുത്, സ്തോത്രമത്രേ വേണ്ടത്. എഫെസ്യർ 5:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് ഭയപ്പെടുത്തുന്ന വാക്യങ്ങളിൽ ഒന്നാ, ഭയപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാ. ഒന്നുകൂടെ വായിച്ചോട്ടെ, നമുക്കിവിടെ നിന്ന് മാറാൻ വേണ്ടിയാ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നെ സ്നേഹസ്വരൂപനായ
പുത്രൻ്റെ രാജ്യത്തിലാക്കാനാ വീണ്ടെടുത്തത്. പക്ഷെ ഈ സ്വഭാവങ്ങൾ എന്നിലുണ്ടെങ്കിൽ ആ രാജ്യത്തിൽ എനിക്ക് പങ്കില്ലാതെയാകും. വീണ്ടും ആവർത്തിക്കുക, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധ്യായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 6-ാമത്തെ വാക്യം, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വ്യർത്ഥവാക്കുകൾ പറയുന്നത് ഒരുപാട് പേരുണ്ട്. കൃപയാ ഇതിനൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങളും അവരുടെ കൂട്ടാളികൾ ആകരുത്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞാൻ വേർപാടാചരിച്ചേ മതിയാകൂ. ഇവൻ്റെ കൂട്ടാളിയായാൽ ദൈവരാജ്യത്തിൽ എൻ്റെ അവകാശം നഷ്ടമാകും. എന്നെ ഈ ലോകത്തിൽ നിന്ന് വിടുവിച്ചത്, അങ്ങ് കാൽവറിയിൽ മരിച്ചുയർത്തത് എന്നെ ദൈവരാജ്യത്തിലാക്കേണ്ടതിനായിരുന്നെങ്കിൽ കിങ്ഡം നമ്പർ 1 ഞാൻ അതിൻ്റെ അവകാശിയാ. അത് ദൈവരാജ്യമാ, അത് വെളിച്ചത്തിൻ്റെ നാടാ, അത് പ്രകാശത്തിൻ്റെ സാമ്രാജ്യമാണ്, അത് പുത്രൻ്റെ സാമ്രാജ്യമാണ്. ഞാൻ അവിടെയാണ് ഇരിക്കേണ്ടത്. റോമാലേഖനം 8:5 മുതൽ 9 വരെ ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരെത്ര ആയിരിപ്പീൻ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഞാൻ എളുപ്പം നിർത്തിക്കോളാം, എൻ്റെ സമയത്തിൽ ഏറെക്കുറെയായി. 2ാം ഭാഗം വരുന്ന ഒരു ദിവസം നമ്മൾ തുടരും. റോമാലേഖനം 13:12 രാത്രി കഴിവാറായി. അധികം നാളുകൾ നമുക്കില്ലെന്ന് മറക്കരുത്. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. ഇന്ന് ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പോരാട്ടമുണ്ട്. ഇതൊന്നും സാധാരണഗതിയിൽ നടത്തിയെടുക്കാവുന്നതല്ല. നമുക്കൊരു പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടാ. ഞാനിതൊക്കെ ഒരു വശത്തിരുന്ന് പറഞ്ഞാൽ വാഴ്ചകൾ എതിരെ നിൽക്കുക എന്ന് എനിക്കറിയാം, അധികാരങ്ങൾ എതിരെ നിൽക്കുക എന്ന് എനിക്കറിയാം. എന്നാൽ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നതിനാൽ, നമ്മിൽ വ്യാപരിക്കുന്ന അവൻ്റെ ആത്മാവിനാൽ നാം ലോകത്തെ ജയിച്ചിരിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇരുളിൻ്റെ രാജ്യത്ത് നിന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങുവാൻ സ്നേഹസ്വരൂപന